എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 22 ശ്ലോകം 21 ആരംഭിക്കുന്നത്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് എടുക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. പറഞ്ഞാല് അധ്യായം 22-ാം അധ്യായം ശ്ലോകം 21 ശ്ലോകം 20 വരെയാണ് കഴിഞ്ഞപ്പോഴത്ത്. കർദ്ദമ സംവാദമാണ് നമ്മൾ തോന്നിപ്പിക്കുന്നത്. കർദ്ദവനും മനുവുമായിട്ടുള്ള സംവാദം. അതിൽ അവസാനം കർദ്ദമൻ പറഞ്ഞ് ഉപസം ധരിച്ചപ്പോൾ ഈ മൈത്രയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് മനുവിന്റെ അക്ഷനെ കർദ്ദമൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു. അതിന് കാര്യകാരണപരിതമാണ് വിശദീകരിച്ചത്. മൈത്രേയ ഉഗ്രധന്വൻ ഇയദേവ ആബഭാഷ. ഉഗ്രധന്വൻ എന്നുള്ളത് വിതുരനെ സംബോധന ചെയ്തതാണ്. ഉഗ്രമായ ധനുസ്സോട് കൂടിയവനെ, വില്ലാളികളിൽ വീരനായ ഹേ വിതുര. ഉഗ്രധന്വൻ വിതുരന്റെ സംബോധനയാണ്. ഇയദേവ ആബഭാഷ, ഇത്രയും മാത്രം പറഞ്ഞു. ഇയദേവ എന്ന് വെച്ചാൽ ഇത്ര മാത്രം. ആബഭാഷയെ പറഞ്ഞു. ഹേ ഉഗ്രധന്വൻ, ഹേ വിതുര, സഹ ഋഷി ഇയദേവ ആബഭാഷ, ഇത്ര തന്നെ പറഞ്ഞു. ആസീതിച്ച തൂഷ്ണീം അരവിന്ദനാഭം. ആസീതിച്ച തൂഷ്ണീം ഉണ്ടാതിരുന്നു. തൂഷ്ണി നിശബ്ദനായി. അരവിന്ദനാഭം ധിയ ഉപഗൃഹ്ണൻ, അരവിന്ദനാഭനായ സാക്ഷാൽ ശ്രീനാരായണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് മൗനമായി മിണ്ടാതിരുന്നത്. ആപീച്ച തൂഷ്ണീം അരവിന്ദനാഭം ധിയോപഗൃഹ്ണൻ സ്മിതശോഭിതേന, മന്ദഹാസം കൊണ്ട് ശോഭിക്കുന്ന മുഖേന, മുഖത്താൽ, ചേതോ ലുലുഭേ ദേവഹൃത്യ, ദേവഹൂതികളുടെ ചേതസ്സിനെ ലുലുഭേ ലോഭിപ്പിച്ചു, മോഹിപ്പിച്ചു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഭഗവാനിൽ മനസ്സും ബുദ്ധിയും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് ദേവഹൂതിയുടെ മനസ്സിനെ തൻ്റെ ഉള്ളിലേക്ക് ആകർഷിക്കുമാറ് സുന്ദരമായ വാക്കുകൾ കർദ്ദമൻ പറഞ്ഞു. കർദ്ദമനെ കണ്ടു, കർദ്ദമനെ കേട്ടു. ഇത് രണ്ടുമാണ് വിവാഹം കഴിക്കാൻ പോകുന്ന വധു വരനെ കാണുക, വരനുമായി സംഭാഷണം ചെയ്യുക. ഇത് രണ്ടും ഇവിടെ നടത്തി. ഇന്നും ഇതൊക്കെ തന്നെ തുടർന്നു വരികയാണ്. വലിയ മാറ്റങ്ങളൊന്നും, ലോകം മാറി 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 എന്നൊക്കെ വിളിച്ചു പറയുന്ന അല്ലാതെ കൊണ്ട് ഇതിലൊന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് കാഴ്ചയും പറച്ചിലും ഒക്കെ മറ്റു തരങ്ങളിലായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് രണ്ടും ഇപ്പോഴും നടക്കുന്നുണ്ട്. ൂഷ്ണീമരവിന്ദനാഭം ധിയോപഗൃഹ്ണൻ സ്മൃതശോഭിതേന മുഖേന ചേതോ വിദുഹേ ദേവഹുത്യാ. ഹേ ഉഗ്രധന്വൻ,
സഹ ഇയദേവ ആപഭാഷേ അരവിന്ദനാഭം ധിയാ ഉപഗൃഹൻ തൂഷ്ണീം അപി ശോഭിതേന മുഖേന ദേവഹുത്യാഹ ചേതഃ വിവിധേ പൗഗ്രധന്വന്യദേവ ബഭാഷേ ആസീച്ച തൂഷ്ണീമരവിന്ദനാഭം ധിയോപഗൃഹൻ ശോഭിതേന മുഖേന ചേതോ വിവിധേ ദേവഹുത്യാ പൗഗ്രധന്വന്യദേവ ബഭാഷേ ആസീച്ച തൂഷ്ണീമരവിന്ദനാഭം ധിയോപഗൃഹൻ ശോഭിതേന മുഖേന ചേതോ വിവിധേ ദേവഹുത്യാ ഫോനുജ്ഞാത്വാം വ്യവഹിതം മഹിഷ്യാ ദുഹിതസ്ഫുടം തസ്മൈ ഗുണഗണാധ്യായ ദദൗ തുല്യം പ്രഹർഷിതഃ സഹ അനുജ്ഞാത്വാ അറിഞ്ഞിട്ട് വ്യവഹിതം നിശ്ചയത്തെ അറിഞ്ഞിട്ട് മഹിഷ്യാ ദുഹിതുസ്ഫുടം ഭാര്യയുടെയും മകളുടെയും നിശ്ചയം നന്നായി അറിവുള്ളവനായ അവൻ. രണ്ടുപേർക്കും താല്പര്യമാണ്. വിവാഹ കാര്യത്തിലൊക്കെ എപ്പോഴും മക്കളുടെ വിവാഹ കാര്യത്തിൽ ഭാര്യ കൂടെ ഉണ്ടാവണം. ഭാര്യയോട് ആലോചിച്ച് അവളുടെ അഭിപ്രായത്തോട് ചേർന്ന് മാത്രമേ ചെയ്യാവൂ. സ്വന്തം ഇച്ഛാനുസരണം ചെയ്യരുത് എന്ന് അന്നു മുതലേ കർദ്ദവൻ നമ്മെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനുവും പറഞ്ഞു അത്. കാരണം എന്ത് ആലോചനകളും വിശേഷങ്ങളും ഉണ്ടെങ്കിൽ അത് ഭാര്യയെ ധരിപ്പിക്കണം, ഭാര്യ മകളെ ധരിപ്പിക്കണം. അങ്ങനെ വേണം ഇത് എത്തിക്കാൻ. അതുകൊണ്ട് മഹിഷ്യാ ദുഹിതസ്ഫുടം അനുജ്ഞാത്വ തസ്മൈ ഗുണഗണാഢ്യായ, ആ ഗുണഗണം കൊണ്ട് ആഢ്യനായ കർദ്ദമനായിക്കൊണ്ട് തുല്യമായ രണ്ടുപേരെയും തുല്യമായി കണ്ടിട്ട് പ്രഹർഷിത സന്തോഷത്തോടെ ദദൗ ദാനം ചെയ്തു. അപ്പൊ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇനിയും പോയിട്ട് വരട്ടെ, പിന്നാട്ടെ, 4 മാസം കഴിയട്ടെ, 6 മാസം കഴിയട്ടെ, ഒന്നുകൂടെ ആലോചിക്കട്ടെ, ഇതൊന്നുമില്ല. വധുവുണ്ട്, വരനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അത്രയൊക്കെയല്ലേ വേണ്ടു. വിവാഹം കഴിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനം. ഓനുജ്ഞാത്വാഭിഷിതം മഹിഷാദുഹിതസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യം പ്രകർഷിതഃ അനു സഹ മഹിഷ്യാഃ ദുഹിതുഃ വ്യവസിതം സ്ഫുടം ജ്ഞാത്വാ പ്രകർഷിതഃ ഗുണഗണാഢ്യായ തസ്മൈ കന്യാം ദദൗ. ഫോനുജ്ഞാത്വാ വ്യവസിതം മഹിഷ്യാ ദുഹിതസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യം പ്രകർഷിതഃ ശതരൂപാ മഹാരാജ്ഞീ പരിബർഹൻ മഹാധനാൻ ദമ്പത്യുപര്യതാപ്രീത്യാ പൂഷാവാസപരിച്ഛദൻ. ശതരൂപ എന്ന മഹാരാജ്ഞി പാരിബർഹം സമ്മാനങ്ങൾ, മഹാധനാൻ ധാരാളം ധനങ്ങൾ, ദമ്പത്യോപര്യതാ ദമ്പതിമാർക്ക് കൊടുത്തു. ഇത് നേരത്തെ നിശ്ചയിച്ച കാര്യമാണ്. നാരദൻ രണ്ടുപേരോടും പറഞ്ഞതാണ് ഇവർ തമ്മിലുള്ള വിവാഹം നടക്കും എന്ന്. ചെന്നോളൂ. അപ്പൊ പിന്നെ വിവാഹം നടക്കുകയാണെങ്കിൽ അതിന് കൊടുക്കേണ്ട സമ്മാനങ്ങളും ധനമൊക്കെ കരുതിക്കൊണ്ടാണ് ഇവർ പോയത്. ഒക്കെ പേരിലുണ്ടായിരുന്നു. ഇതെല്ലാം ഇഷ്ടം പോലെ അതൊക്കെ കൊടുത്തു. പ്രീത്യ സന്തോഷത്തോടെ. ഭൂഷാവാസ പരീക്ഷത, ഭൂഷണങ്ങൾ ആഭരണങ്ങൾ, വാസഹ വസ്ത്രങ്ങൾ, പരിച്ഛദ ഉപകരണങ്ങൾ, ഭർത്തൃ വീട്ടിൽ ചെന്ന് അവശ്യം പെരുമാറാൻ വേണ്ട ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഇതെല്ലാം കൊടുത്താണ്. ധനവും ഒക്കെ കൊടുത്ത് സമ്മാനങ്ങളും കൊടുത്ത് വിവാഹത്തിന്റെ മംഗളം പൂർത്തിയാക്കി. അപ്പൊ വിവാഹത്തിൽ ഇങ്ങനെ ചടങ്ങ് അത് മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത്. ബന്ധുക്കൾ എല്ലാവരും കൊടുക്കണം എന്നൊന്നും ഇല്ല. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, അത് മാറിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൂ. ശതരൂപാ മഹാരാജ്ഞി ഭാര്യവർഹൻ മഹാധനാൻ ദമ്പത്യുപര്യതാപ്രീത്യാ ഭൂഷാവാസ പരീക്ഷതാൻ. മഹാരാജ്ഞി ശതരൂപ ഭൂഷാവാസ പരീക്ഷതാൻ മഹാധനാൻ പാരിബർഹാൻ ദമ്പത്യോഃ പ്രീത്യാ പര്യതാത്. ശതരൂപാ മഹാരാജ്ഞി പാരിബർഹൻ മഹാധനാൻ ദമ്പത്യുപര്യതാപ്രീത്യാ ഭൂഷാവാസ പരീക്ഷതാൻ. ശതരൂപാ മഹാരാജ്ഞി പാരിബർഹൻ മഹാധനാൻ ദമ്പത്യോപര്യതാപ്രീത്യാ ഭൂഷാവാസ പരീക്ഷതാൻ. വൃത്താം ദുഹിതരം സമ്രാട് സദൃക്ഷായ ഗതവ്യഥാം
ഉപഗുഹ്യത ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മഥിതാശയാം അശക്നുവം തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലം മുഹു ആസിംചദംബ വൽഭേദ നേത്രോദയദുഃശിഖാഹം. ഭർത്താം ദുഃഖിതരം, കൊടുത്ത മകളെ, ദാനം ചെയ്ത, പ്രകർഷേണ ദത്താമാണ് ഭർത്താം, ദാനം ചെയ്ത ദുഃഖിതരം മകളെ സമ്രാട്ട് ചക്രവർത്തിയായ രാജാവ് സദൃക്ഷായ ഗതവ്യഥ, സദൃശനായവൻ, സദൃക്ഷായ സദൃശനായവന്, യോഗ്യനായവന് ദാനം കൊടുത്തിട്ട് ഗതവ്യഥ, ഒരു വ്യഥയും ഇല്ലാത്തവനായി, സങ്കടമൊക്കെ തീർന്നു, ഭാരം ഒഴിച്ചു. മകളെ യോഗ്യനായ ഒരു വരന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ അച്ഛനമ്മമാരുടെ ഭാരം ഒഴിയും എന്നാണ്. ഗതവ്യഥ, വ്യഥയില്ലാത്തവനായിട്ട്. ഉപഗുഹ്യത ബാഹുഭ്യം, രണ്ട് കൈകൾ കൊണ്ട് മകളെ ആലിംഗനം ചെയ്തു. ഉപഗുഹ്യ, ആലിംഗനം ചെയ്തിട്ട്, ബാഹുഭ്യാം, രണ്ട് കൈകൾ കൊണ്ട്, ഔത്കണ്ഠ്യ ഉന്മഥിതാശയ, ഉത്കണ്ഠ കൊണ്ട് ഉന്മഥിതമായ ആശയത്തോടെ. ഉത്കണ്ഠ ദുഃഖമാണ്, വേർപാടാണ്. അതുകൊണ്ട് കലങ്ങിയ മനസ്സോടു കൂടിയവനായി. മകളെ ഇപ്പൊ വേർപിരിഞ്ഞു പോകുന്നല്ലോ എന്നറിയുമ്പോഴുള്ള വ്യഥ, അത് അന്നു മുതലേ എല്ലാ മാതാപിതാക്കൾക്കും, പ്രത്യേകിച്ച് പിതാവിന് കൂടുതലാണ്. മകളെ പിരിഞ്ഞു പോകുമ്പോൾ കണ്ണു മഹർഷി പോലും ഇത് അനുഭവിച്ചതാണ്. എനിക്ക് പോലും, വനവാസികളായ എനിക്ക് പോലും തൊണ്ടയിടറി കണ്ണീരകത്തേക്ക് ഒഴുകിപ്പോകുന്നു. അപ്പൊ പിന്നെ നാട്ടും പുറത്തെ ഒരു പിതാവിന്റെ കാര്യം പറയാനില്ലല്ലോ എന്ന് കണ്ണൻ പറയാറുണ്ട്. അതേപോലെ ആദ്യത്തെ രാജാവാണ്, ആദ്യത്തെ വിവാഹവുമാണ് ലോക ചരിത്രത്തിൽ. എങ്ങനെ മകളെ കൊടുക്കണം എന്നുള്ളത് വേദവിധി അനുസരിച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ മകൾ മറ്റൊരാളുടെ കയ്യിൽ ആയിത്തീർന്നല്ലോ എന്നറിഞ്ഞപ്പോൾ ഉത്കണ്ഠ കൊണ്ട്, മനോവേദന കൊണ്ട് മകളെ ആലിംഗനം ചെയ്തിട്ട്, ഉപഗുഹ്യ, ആലിംഗനം ചെയ്തിട്ട്, ബാഹുഭ്യാം, രണ്ട് കൈകൾ കൊണ്ടും, ഔത്കണ്ഠ്യ ഉന്മഥിതാശയ, ഉത്കണ്ഠ കൊണ്ട് മനസ്സ് ഉന്മഥിതമായി. ആശയം എന്ന് വെച്ചാൽ മനസ്സെന്നർത്ഥം. ആശയങ്ങൾ കിടക്കുന്ന മനസ്സിലാണ്. അതുകൊണ്ട് മനസ്സ് ഉന്മഥിതമായിട്ട്. അശക്നുവം തദ്വിരഹം, ആ വിരഹത്തെ സഹിക്കാനായില്ല. ശക്നുവൻ തത് വിരഹം, ആ വിരഹത്തെ സഹിക്കാൻ ആവാതെ മുഞ്ചൻ ബാഷ്പകലം മുഹു, വീണ്ടും വീണ്ടും കണ്ണീര് പൊഴിച്ചുകൊണ്ട്. ബാഷ്പകലാം മുഹു, മുഹു മുഞ്ചൻ, കണ്ണീര് വീണ്ടും വീണ്ടും പൊഴിച്ചുകൊണ്ട്. ആഫിഞ്ചത് അംബ വൽഫേതി, ആഫിഞ്ചത്, സേചനം ചെയ്തു, അഭിഷേകം ചെയ്തു, അംബ വൽഫ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഹേ കുഞ്ഞ്, പുത്രി എന്നിങ്ങനെ വിളിച്ചുകൊണ്ട്. നേത്രോദൈഹി ദുഹിദുശിഖ, കണ്ണീരുകൊണ്ട്, നേത്രോദങ്ങൾ കൊണ്ട്, ദുഹിദുഹുശിഖാഹ, മകളുടെ ശിരസിനെ, മുടിയെ മുഴുവനും അഭിഷേകം ചെയ്ത് നനച്ചു കണ്ണീരുകൊണ്ട്. മകളെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത്, കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായിട്ട് വീണ് മകളുടെ മുടി മുഴുവനും കഴുകിയതുപോലെ ആയി തീർന്നു ഈ പിതാവിന്റെ ദുഃഖം നൃത്തം. എത്ര മനോഹരമായ വ്യാസം ആവിഷ്കരിച്ചു. ഇന്നിപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇടക്കാലത്ത് കൂടുതലായിരുന്നു. പണ്ടുണ്ടായിരുന്ന ആ ഒരു പ്രവൃത്തി ഇപ്പോഴും ഇതാ തുടർന്ന് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര കാലമായി, ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതാണ് ഭാഗവതത്തിന്റെ കാലിക പ്രസക്തി. അവിടെയാണ്. ഇന്നില്ലാത്ത ഒന്നും ഭാഗവതം പറയില്ല, ഇന്നുള്ള കാര്യമേ പറയുള്ളൂ. പക്ഷെ അതിന് ചില മാറ്റങ്ങൾ വന്ന് കാണും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഉത്കണ്ഠ ഏതു പിതാവിനും ഇന്നുണ്ട്. അന്ന് മകളെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കുടുകുടാന്ന് വീഴുന്ന കണ്ണീർ കൊണ്ട് മകളുടെ ശിരസ് കഴുകിയെങ്കിൽ ഇന്ന് അത്രയൊന്നും ഉണ്ടാവണം എന്നില്ല. എങ്കിലും ഏത് പിതാവിനും, ഒരുപക്ഷെ ചിലർക്ക് അതിൽ കൂടുതലും ഉണ്ടാവും. കാരണം എന്താണ്, അപ്പം അന്നൊരു ദിവസമുള്ളൂ, പിറ്റേ ദിവസം മുതൽ മകളെ കാണാനുള്ള ഉത്കണ്ഠയാണ്. ഓടിപ്പോകും എങ്ങനെങ്കിലും. അങ്ങനെ ഒരു മാനസിക വ്യഥയാണ്. അത് പിതൃപുത്രി ബന്ധത്തിന്റെ ഛേദിക്കാനാവാത്ത ഒരു ഘടകമാണ് എന്ന് മനുസ്മൃതിയിൽ മനു പറഞ്ഞിട്ടുണ്ട്. പ്രത്തം ദുഹിതരം സമ്രാട് സദൃക്ഷായ ഗതവ്യഥ,
ഉപഗുക്ഷ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മഥിതാശയാം അശക്നുവം തദ്വിരഹം മുഞ്ജൻ ബാഷ്പകലം മുഹു നേത്രോദയ ദുഹിതശിഖാ പദക്ഷായ പ്രത്താം ദുഹിതരം ബാഹുഭ്യാം ഉപഗുഹ്യ ഔത്കണ്ഠ്യോന്മഥിതാശയ തദ്വിരഹം അശക്നുവൻ ബാഷ്പകലാം മുഞ്ചൻ അംബ വൽഫ ഇതി ദുഹിതുശിഖാഃ നേത്രോദൈഃ അഭിഞ്ചത് വൃത്തം ദുഹിതരം സമ്രാട് പദക്ഷായ ഗതവ്യഥാം ഉപഗുഹ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മഥിതാശയാം അശക്നുവം തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹും അഭിഞ്ചതംബവൽഫേതി നേത്രോദയ ദുഹിതുശിഖാഃ വൃത്താം ദുഹിതരം സമ്രാട് പദക്ഷായ ഗതവ്യഥാം ഉപഗുഹ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മഥിതാശയാം അശക്നുവം തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹും ആഭുഞ്ചതംബവൽഫേതി നേത്രോദയ ദുഹിതുശിഖാഃ ആമന്ത്രിതം മുനിപരമനുജ്ഞാതഫഹാനുഗാം പ്രതസ്തേ രഥമാരൂഹ്യ ഭഭാര്യ സുപുരം നൃപാം. ആമന്ത്രിയ യാത്ര ചോദിച്ചിട്ടേന്ന് ആമന്ത്രണം ചെയ്യുന്നത് യാത്ര ചോദിക്കാൻ. ആമന്ത്രിയത്തം മുനിവരം മകളെ ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് കഴുകിച്ചിട്ട് മരുമകനോട് യാത്ര ചോദിച്ചു. ആമന്ത്രിയ തം മുനിവരം അനുജ്ഞാത കർദമൻ അനുജ്ഞ കൊടുത്തു പൊയ്ക്കോളൂ എന്ന്. ഫഹാനുക കൂടെയുള്ള ആൾക്കാരുമായിട്ട് പ്രതസ്ഥയെ പുറപ്പെട്ടു. രഥമാരുഹ്യ രഥത്തിൽ കയറി ഭാര്യ ഭാര്യയോടൊപ്പം സുപുരം നൃപ ഈ രാജാവെ സ്വന്തം പുരത്തിലേക്ക് പോയി. ആദ്യത്തെ ഒരു വിവാഹം. 1000 പേരില്ല, 500 പേരില്ല, പദ്യയില്ല, ചെലവില്ല, ഒന്നുമില്ല. എത്ര ലളിതമാണ്, എത്ര സുന്ദരം, എത്ര വികാര നിർഭരമാണ് ആദ്യത്തെ വിവാഹത്തിന്റെ ചടങ്ങ്. ഇന്നത് എന്തുമാത്രം മികരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു വിവാഹം ഉണ്ടെന്ന് 4 ദിവസത്തെ ചടങ്ങുകളാണ്. 4 ദിവസവും 1000 പേര് വെച്ചാണ്. ഇങ്ങനെയൊരു ഇവിടെ ആദ്യത്തെ ചക്രവർത്തിയാണ് മനു. സ്വർണരഥമുള്ളവനാണ്. അത്രത്തോളം സമ്പത്തുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ നാട്ടിലെ സമസ്ത പ്രജകളെയും വിളിച്ച് ഗംഭീര സദ്യ നടത്തി വിവാഹം നടത്താമായിരുന്നു. പക്ഷെ മനു അതിനൊന്നും തുനിഞ്ഞില്ല. താനും ഭാര്യയും മകളും 3 പേര്, കൂടെ വന്ന 5-6 പേര്. കർദമന്റെ ആ ഒരു ചെറിയ ആശ്രമത്തിൽ വെച്ച് ലഘുവായ ഒരു തറങ്ങിൽ വെച്ച് വൈദിക വിധി അനുസരിച്ച് മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. സദ്യയില്ല, സർവാണിയില്ല, ഒന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് മകളോട് കണ്ണീരിൽ തുടർന്ന യാത്ര പറഞ്ഞു. മകൾ മരുമകനോട് യാത്ര ചോദിച്ച് പേരിൽ കയറി കൂട്ടുകാരോടൊപ്പം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. ഇത്രയല്ലേ ആവശ്യമുള്ളൂ വാസ്തവത്തിൽ. അതിനെന്തുമാത്രം വർഷങ്ങൾ അതിന് നടത്തുക. ഭാഗവതം അതിനെക്കുറിച്ചൊക്കെ വേണ്ട വഴി എന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യത്തെ വിവാഹം എങ്ങനെയായിരുന്നുവെന്ന്, അതിന് എന്തുമാത്രം വ്യതിരിച്ചു പോയി. ഇതൊക്കെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കാത്ത ഒരു ജീവിത സമക്ഷികളുമില്ല. എല്ലാം ഇതിൻ്റെ അകത്ത് എന്ത് വേണോ അതൊക്കെ ഭാഗവതത്തിൽ. ആമന്ത്രതം മുനിപരമനുജ്ഞാതഫഹാനുക പ്രതസ്തേ രഥമാരുഹ്യ ഭഭാര്യ സ്വപുരം നൃപാ. തം മുനിപരം ആമന്ത്ര്യാം അനുജ്ഞാതഃ ഫഹാനുഗഃ ഭഭാര്യഃ നൃപഃ രഥമാരുഹ്യ സ്വപുരം പ്രതസ്തേ. ആമന്ത്രതം മുനിപരമനുജ്ഞാതഫഹാനുഗാം പ്രതസ്തേ രഥമാരുഹ്യ ഭഭാര്യ സ്വപുരം നൃപഃ ഉഭയോർ ഋഷികുല്യായ ഫരസ്വത്യാഫുരോധഫോ ഋഷീണാമുപശാന്താനാം പശ്യന്നാശ്രമസമ്പദ. ഉഭയോഹോ രണ്ടുപേരുടെയും ഋഷികുല്യായ മുനികുലത്തിന് ചേർന്നതായ പരസ്വത്യാഹ ഫുരോധഫോഹോ പരസ്വതീ നദിയുടെ 2 തീരങ്ങളിലും ഉള്ള ഋഷീണാം ഉപശാന്താനാം ശാന്തിയെ പ്രാപിച്ചിരിക്കുന്ന ഋഷികളുടെ പശ്യൻ ആശ്രമസമ്പദ ആശ്രമത്തിലെ സമ്പത്തുകളെ നോക്കിക്കണ്ടുകൊണ്ടാണ് രാജാവ് തിരിച്ചു പോയത്. തിരിച്ചു പോകുമ്പോൾ ഒത്തിരി ആശ്രമങ്ങൾ അവിടെയുണ്ട്.
അവിടുന്ന് ആരും കല്യാണത്തിനൊന്നുമില്ല. ആശ്രമത്തിൽ ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ സമ്പന്നരായിട്ട് നല്ല ധനത്തോടെ സന്തുഷ്ടരായി കഴിയുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം തേരിൽ പോയത്. ഒരു രാജാവാണ്. ഇങ്ങനൊരു കാഴ്ച രാജാവിന് അത്ഭുതമാണ്. കാരണം ഈ ആശ്രമ ജീവികളിലെ ഋഷികുലങ്ങൾക്ക് സ്നാനപാനങ്ങൾ ചെയ്യാൻ യോഗ്യമായ സരസ്വതിയുടെ 2 തീരത്താണ് ഇവർ താമസിക്കുന്നത്. അവരെ ക്ഷമാദികളായ ഗുണങ്ങളെ കൊണ്ട് ആശ്രമങ്ങളിൽ ഭഗവതാരാധന നിരന്തരം ചെയ്തുകൊണ്ട് അതിനുവേണ്ട തുളസി, പുഷ്പങ്ങൾ, ദർഭ ഇങ്ങനെയുള്ള വസ്തുക്കൾ സമർത്ഥമായ ആശ്രമത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് രാജാവ് സ്വന്തംപുരത്തേക്ക് പോയി. ഇത് ഋഷിമാരെ കണ്ടുപിടിക്കണം. അവരവരുടെ ജീവിതചര്യയ്ക്ക് ആവശ്യമുള്ളതൊക്കെ തങ്ങളുടെ ആശ്രമത്തിന് ചുറ്റും ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് കഴിയുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് വിഭവങ്ങൾ കാത്തിരിക്കുന്നത്. വിദേശത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നമുക്കൊന്നും ഉണ്ടാക്കാനില്ല. അവരവരുടെ വീടിന്റെ ചുറ്റുമായി അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉത്പാദിപ്പിച്ചുണ്ടാക്കിയെടുത്ത് അതുകൊണ്ട് സ്വന്തം ജീവിത വൃത്തി, തന്നെത്താൻ ഉണ്ടാക്കിയെടുത്ത വസ്തുക്കൾ തന്നെത്താൻ പാകം ചെയ്ത് താനും കഴിച്ച് മറ്റുള്ളവർക്കും കൊടുക്കുക. ഇതാണ് ജീവിതത്തിന്റെ പുരഭിലത. അതെങ്ങനെ ആശ്രമത്തിൽ ഉണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ വേദവ്യാസൻ നമ്മെ മനസ്സിലാക്കാൻ പുറപ്പെടുകയാണ്. ഋഷിമാർക്ക് എങ്ങും ഒന്നും തപ്പിപ്പോകണ്ട, പൂ പറിക്കാൻ നാനാദിക്കിലും പോകേണ്ട ആവശ്യമില്ല. എന്തുണ്ട്? ആശ്രമത്തിലൊക്കെ ഉണ്ടാക്കിയത്. ഇതാണ് ആശ്രമത്തിന്റെ സമ്പത്ത്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട മനു സന്തോഷത്തോടെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് യാത്രയായി. ഉഭയോഃ ഋഷികുല്യായാഃ പരസ്വത്യാ പുരോധകോ ഋഷീണാമുപശാന്താനാം പശ്യന്നാശ്രമസമ്പദാം. ഋഷികുല്യായാഃ പരസ്വത്യാഃ ഉഭയോഃ ഉപശാന്താനാം ഋഷീണാം ആശ്രമസമ്പദഃ പശ്യൻ പ്രതസ്ഥേ. ഉഭയോഃ ഋഷികുല്യായാ പരസ്വത്യാ പുരോധകോ ഋഷീണാമുപശാന്താനാം പശ്യന്നാശ്രമസമ്പദാം. ഉഭയോഃ ഋഷികുല്യായാ പരസ്വത്യാ പുരോധകോ ഋഷീണാമുപശാന്താനാം പശ്യന്നാശ്രമസമ്പദാം. തമായാന്തമഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാപതിം ഏതസംസ്തുതിവാദിത്തേ പ്രത്യുദീയുപ്രഹർഷിതാഹം. ആയാന്തം തം അഭിപ്രേത്യ, രാജാവ് തിരിച്ച് തങ്ങളുടെ കൊട്ടാരത്തിൽ നഗരത്തിലെത്തി എന്നറിഞ്ഞിട്ട് ബ്രഹ്മാവർത്തത്തിൽ നിന്നും അദ്ദേഹം പോയത് അവിടേക്കായിരുന്നു. ബ്രഹ്മാവർത്തത്തിലേക്കായിരുന്നു കർദമാശ്രമത്തിലേക്ക് പോയത്. അവിടെ നിന്ന് തിരിച്ചെത്തി എന്നറിഞ്ഞപ്പോൾ പ്രജകൾ പതിം രാജാവിനെ ഗീത സംസ്തുതിവാദിത്രേ പാട്ടുകൊണ്ട് സ്തുതി കൊണ്ട് വാദ്യങ്ങളെ കൊണ്ട് പ്രത്യുദീയുഹു സ്വീകരിച്ചു. പ്രഹർഷിതാഹ സന്തുഷ്ടരായ പ്രജകൾ വാദ്യം കൊണ്ട് സ്തുതിഗീതങ്ങൾ കൊണ്ട് നല്ല വാക്കുകൾ കൊണ്ട് രാജാവിനെ എതിരേറ്റു സ്വീകരിച്ചു. തമായന്തമഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാപതിം ഗീതസംസ്തുതിവാദിത്തേ പ്രത്യുദീയുപ്രഹർഷിതാഹം. ആയാന്തം തം അഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാഃ പ്രഹർഷിതാഃ ഗീതസംസ്തുതിവാദിത്രൈഃ പതിം പ്രത്യുദീയുഃ. തമായാന്തമഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാപതിം ഗീതസംസ്തുതിവാദിത്രൈഃ പ്രത്യുദീയുപ്രഹർഷിതാം. തമായാന്തമഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാപതിം ഗീതസംസ്തുതിവാദിത്രൈഃ പ്രത്യുദീയുപ്രഹർഷിതാം. ബർഹിഷ്മതീ നാമപുരീം സർവസമ്പത്സമന്വിതാം ജ്ഞപതം യത്ര രോമാണി യജ്ഞഭ്യംഗം വിചിന്വതഃ. ബർഹിഷ്മതി നാമപുരി, ബർഹിഷ്മതി എന്നു പേരായ ആ രാജധാനി, മനുവിന്റെ രാജധാനിന്റെ പേരാണ് ബർഹിഷ്മതി. നാമപുരി സർവ സമ്പത് സമന്വിത, എല്ലാ സമ്പത്തോടും കൂടിയതാണ് ആ പുരി. ജ്ഞപതൻ എത്ര രോമാണി, ജ്ഞപതൻ വീണു, പതിച്ചു. എവിടെ? ഈ ബർഹിഷ്മതിയിലെ രോമാണി, രോമങ്ങൾ
യജ്ഞസ്യ അംഗം വിധിന്വതഃ. യജ്ഞമൂർത്തിയായ യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയുടെ രോമങ്ങൾ ഫട കുടഞ്ഞപ്പോൾ താഴെ വീണ രോമങ്ങളാണ് ആ നഗരത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അങ്ങനെയാണ് ആ നഗരത്തിന് ബഹിഷ്മതി എന്ന് പേര് വരാൻ കാരണം. വരാഹാവതാര കാലത്ത് ഭഗവാൻ വെള്ളത്തിൽ നിന്ന് മുങ്ങി മുകളിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ വെള്ളം ഒന്ന് കുടഞ്ഞു കളയാൻ വേണ്ടി ശരീരം ഒന്ന് കുടഞ്ഞു. അപ്പൊ കുറെ രോമങ്ങൾ താഴെ വീണു. അത് വീണ സ്ഥലമാണ്. യജ്ഞം കൊണ്ട് യജ്ഞാംഗമായ ഭഗവാന്റെ രോമങ്ങൾ വീണ സ്ഥലമാണ്. ന്യപതൻ എത്ര രോമാണി, എവിടെയാണോ രോമങ്ങൾ വീണത്, യജ്ഞഭ്യംഗം വിധിന്വത കുടയുക. യജ്ഞത്തിന്റെ അംഗമായ ഭഗവാൻ തന്റെ ശരീരം ഒന്ന് കുടഞ്ഞപ്പോൾ രോമങ്ങൾ വീണ സ്ഥലമാണ് പിന്നീട് ബർഹിഷ്മതി എന്ന പേരിലെ അറിയപ്പെട്ട രാജധാനി അവിടെയാണ്. ഈ രാജധാനിയുടെ മഹാത്മ്യം, ബർഹിഫ് എന്ന് പറയുമ്പോൾ ദർഭപ്പുല്ല് പോലെ കൂർത്ത അഗ്രമുള്ള മുടികൾ നിറഞ്ഞു, അതുകൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് ബർഹിഷ്മതി പേര് കൊടുത്താണ്. ബർഹിഷ്മതി നാമപുരീ സർവസമ്പത്സമന്വിതാം ന്യപതന്യത്ര രോമാണി യജ്ഞഭ്യംഗം വിധിന്വതഃ. അംഗം വിധിന്വതഃ യജ്ഞഭ്യ രോമാണി യത്ര ന്യപതൻ സർവസമ്പത്സമന്വിതാം. ബർഹിഷ്മതി നാമപുരീ തത്താണ്. ബർഹിഷ്മതി നാമപുരീ സർവസമ്പത്സമന്വിതാം ന്യപതന്യത്ര രോമാണി യജ്ഞഭ്യംഗം വിധിന്വതഃ. ബർഹിഷ്മതി നാമപുരീ സർവസമ്പത്സമന്വിതാം ന്യപതന്യത്ര രോമാണി യജ്ഞഭ്യംഗം വിധിന്വതഃ. കുശാഹം കാശാസ്താം ഏവാസൻ ശശ്വത്ഹരിതവർച്ചസാം ഋഷയോ യൈ പരാഭാവ്യ യജ്ഞഘ്നാന്യഗ്നമീജിരേ. കുശാഹ കാശാഹ തേ ഏവ, അവ തന്നെ കുശങ്ങളും കാശങ്ങളുമായിട്ട് മാറിയുന്നു. ഈ രോമങ്ങളാണ് കുശപ്പിള്ളുകളും കാശപുഷ്പങ്ങളുമായി പരിണമിച്ചത്. ഈ രോമങ്ങളാണ്. തേ ഏവ കുശാഹ കാശാഹ ആസൻ, അവകൾ തന്നെ കുശങ്ങളും കാശങ്ങളും ആയി തീർന്നു. ശശ്വത ഹരിവർച്ചസ, എപ്പോഴും ഹരിയുടെ നിറമുള്ള, എപ്പോഴും ഹരിതവർച്ചസ, പച്ച നിറമുള്ള, എപ്പോഴും പച്ച നിറമുള്ള കുശകളും കാശകളും കൊണ്ട് അവിടെ നിറഞ്ഞു അർത്ഥം. ഭഗവാന്റെ ശരീരത്തിൽ വീണ രോമങ്ങളാണ് ദർഭകളായും കാശപ്പുല്ലുകളായിട്ടും ഒക്കെ ഭവിച്ചത്. ഋഷയോ യൈ പരാഭാവ്യ യജ്ഞഘ്നാൻ യജ്ഞമീജിരേ. ഋഷിമാർ യൈഹി പരാഭാവ്യ, യാതൊരവകളെ ജയിച്ചിട്ട്, യജ്ഞഘ്നന്മാരായ അസുരന്മാരെ, രാക്ഷസന്മാരെ ജയിച്ചിട്ട്. യജ്ഞഘ്നന്മാർ യജ്ഞത്തിനെ ഹനനം ചെയ്യുന്നവർ, യജ്ഞത്തെ നശിപ്പിക്കുന്നവർ. യജ്ഞഘ്നാൻ യജ്ഞം ഈജിരേ, യജ്ഞത്തെ ചെയ്തു എന്നർത്ഥം. യജ്ഞസ്വരൂപനായ ഭഗവാനെ യജിച്ചു. ഈജിരെ യജിച്ചു, പൂജിച്ചു, ആരാധിച്ചു എന്നർത്ഥം. ഋഷയോ യൈ പരാഭാവ്യ യജ്ഞഘ്നാൻ യജ്ഞമീജിരേ. യജ്ഞഘ്നാൻ യജ്ഞം ഈജിരേ, ഇത്തരം വാക്കുകളാണ്. കുശാഹ കാശാസ്ത ഏവാസൻ ശശ്വത് ഹരിതവർച്ചസ ഋഷയോ യൈ പരാഭാവ്യ യജ്ഞഘ്നാൻ യജ്ഞമീജിരേ. കുശകളും കാശങ്ങളും അതുകൊണ്ട് തന്നെ ഉണ്ടായതാണ്. ഏവ ആസൻ ശശ്വത് ഹരിതവർച്ചസ, എന്നും പച്ച നിറത്തിലുള്ള പുല്ലുകൾ അവിടെ കിളിച്ചു നിൽക്കുന്നത് ഈ ഭഗവാന്റെ രോമങ്ങൾ വീണ സ്ഥലം ആയതുകൊണ്ടാണ്. ഋഷിമാർ യാതൊരു യജ്ഞത്തെ നാശം ചെയ്യുന്ന രാക്ഷസന്മാരെ തോൽപ്പിച്ചിട്ട് എവിടെയാണോ യജ്ഞത്തെ ചെയ്തത്, യജ്ഞപുരുഷനെ ആരാധിച്ചത്, ഈ സ്ഥലമാണ് ബർഹിഷ്മതി. നല്ല മനോഹരമായ വർണ്ണന നഗരത്തെ കുറിച്ച് കൊടുത്താണ്.
ഉഷാകാശാസ്തേവാഫുംസശ്രുദ്ധരിതവർച്ചസാം ഋഷയോ യൈ പരാഭാവ്യ യജ്ഞഘ്നന്യജ്ഞമീതിരേ തേ ഏവ ശശ്വതഹരിതവർച്ചസഃ ഉഷാഃ കാശാഃ ആസൻ യജ്ഞഘ്നാൻ പരാഭാവ്യ ഋഷയഃ യജ്ഞമിക്കീതിരേ ഉഷാകാശാസ്തേവാഫുംസശ്രുദ്ധരിതവർച്ചസാം ഋഷയോ യൈ പരാഭാവ്യ യജ്ഞഘ്നന്യജ്ഞമീതിരേ ഉഷാകാശാസ്തേവാഫുംസശ്രുദ്ധരിതവർച്ചസാം ഋഷയോ യൈ പരാഭാവ്യ യജ്ഞഘ്നന്യജ്ഞമീതിരേ ഉഷകാശമയം ബർഹി ആസ്തീര ഭഗവാൻ മനു അയജദ്യജ്ഞപുരുഷം ലബ്ധ്വാ സ്ഥാനം യതോ ഭുവം. കുശകാശമയം, കുശകൾ കൊണ്ടും കാശകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ബർഹിഹി ഗർഭപ്പുല്ലുകൾ ആസ്തീര്യ വിരിച്ചിട്ട് ഭഗവാൻ മനുവായ ഭഗവാൻ അയജത് യജ്ഞം ചെയ്തു. യജ്ഞപുരുഷനെ യജ്ഞം ചെയ്തിട്ടാണ് സ്ഥാനം ലബ്ധ്വ യതോ ഭുവ. ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ സ്ഥാനം ലഭിക്കാൻ കാരണമായത്. കുശപ്പുല്ലുകളും കാശങ്ങളും പരത്തി വിരിച്ച് യജ്ഞപുരുഷനായ വരാഹമൂർത്തിയെ അന്ന് ആരാധിച്ചതാണ്. ബർഹിഷ്മതി എന്ന പേര് അങ്ങനെ ഉണ്ടായതാണ്. ആ ഭഗവാനിൽ നിന്നും ഭൂമിയെ തനിക്ക് കിട്ടി. സൃഷ്ടിച്ചിരുന്നപ്പോ ഭൂമി വെള്ളത്തിൽ പോയി കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭൂമിയെ തിരിച്ചു കിട്ടിയത്. അങ്ങനെ വെള്ളത്തിൽ പോയ ഭൂമിയെ രാജാവിന് കൊണ്ടുകൊടുത്തത് ആരാണ്? ഈ വരാഹമൂർത്തിയാണ്. അന്നു മുതൽ വരാഹമൂർത്തിയെ ആരാധിച്ചു കൊണ്ടിരുന്നു രാജാവ്. മനുവിനും മനുവിന്റെ സന്താനങ്ങൾക്കും താമസിക്കാൻ പാകത്തിനുള്ള ഈ ഭൂമി മുഴുവനും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് മനു ചക്രവർത്തിയായിട്ട് പരിണമിച്ചത്. ഉഷകാശമയം ബർഹി ആസ്തീര ഭഗവാൻ മനു അയജത്യജ്ഞപുരുഷം ലബ്ധ്വാ സ്ഥാനം യതോ ഭുവം. ഭഗവാൻ മനു യതഃ ഭുവം സ്ഥാനം ലബ്ധ്വാ കുശകാശമയം ബർഹിഹി ആസ്തീര്യ യജ്ഞപുരുഷം അയജത്. കുശകാശമയം ബർഹി ആസ്തീര്യ ഭഗവാൻ മനു അയജത്യജ്ഞപുരുഷം ലബ്ധ്വാ സ്ഥാനം യതോ ഭുവം. കുശകാശമയം ബർഹിരാസ്തീര്യ ഭഗവാൻ മനു അയജത്യജ്ഞപുരുഷം ലബ്ധ്വാ സ്ഥാനം യതോ ഭുവം. ബർഹിഷ്മതി നാമ വിഭുര്യാം നിർവിശ്യ സമാവസത് തഫ്യം പ്രവിഷ്ടോ ഭവനം താപത്രേ വിനാശനം. ബർഹിഷ്മതി നാമ വിഭു യാം നിർവിശ്യ സമാവസത്. വിഭു സമർത്ഥൻ എന്നർത്ഥം. സമർത്ഥനായ മനു, ഇത് മനുവിന്റെ വിശേഷണമാണ്, ഭഗവാന്റെ അല്ല. സമർത്ഥനായ മനു, വിഭു മനു. ബർഹിഷ്മതി നാമ, ബർഹിഷ്മതി എന്നു പേരുള്ള യാം നിർവിശ്യ, യാതൊരു രാജധാനിയിൽ പ്രവേശിച്ചിട്ട് വസിച്ചു. സഫ്യം പ്രവിഷ്ടോ, അവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഭവനം താപത്രയവാസനം, ആ വീട്ടിൽ താപത്രയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കർദമനെ കണ്ടിട്ട് തിരിച്ചെത്തിയ മനുവിന്റെ ഗൃഹത്തിൽ അന്നു മുതൽ ദുഃഖമില്ല, സന്താപമില്ല, സങ്കടമില്ല, ഒന്നുമില്ല. ഇങ്ങനെയാണ് നല്ല സജ്ജനങ്ങളെ കണ്ട് തിരിച്ചു വന്നാൽ മനസ്സ് ശുദ്ധമാണ്, ശാന്തമാണ്, ബലിഷ്ഠമാണ്. ആ മനസ്സിൽ മറ്റൊരു ദുശ്ചിന്തകളും ഉണ്ടാവില്ല. ആ മനസ്സോടെ താമസിക്കുന്ന വീട് സുന്ദരം, സുരഭിതവുമായി. ഇതാണ് സത്സംഗത്തിന്റെ, സജ്ജനങ്ങളുടെ കൂടിക്കാഴ്ചയുടെ പരിണതം. ബർഹിഷ്മതി നാമ വിപ്രിയാം നിർവിശ്യ സമാവസത് തഫ്യം പ്രവിഷ്ടോ ഭവനം താപത്രേ വിനാശനം. വിഭു ബർഹിഷ്മതി നാമ യാം നിർവിശ്യ തഫ്യാം താപത്രേ വിനാശനം ഭവനം നിശേഷം പ്രവിഷ്ടഃ സമാവിശത്. ബർഹിഷ്മതി നാമ വിപുര്യാം നിർവിശ്യ സമാവസത് തഫ്യാം പ്രവിഷ്ടോ ഭവനം താപത്രേ വിനാശനം. ബർഹിഷ്മതി നാമ വിപുര്യാം നിർവിശ്യ സമാവസത് തഫ്യാം പ്രവിഷ്ടോ ഭവനം താപത്രേ വിനാശനം.
സ്വഭാര്യ ഫപ്പജ കാമാൻ ബുഭുജന്യാവിരോധത സംഗീതമാനഫത്കീർത്തിം സ്ത്രീഭിസ്ഫുരഗായകൈ പ്രത്യൂഷേഷ്വനുബദ്ധേന ഹൃദാം ശൃണ്വൻ ഹരേ കഥാഹം. സ്വഭാര്യ സപ്രജ, ഭാര്യയോടുകൂടി പ്രജകളോടുകൂടി കാമാൻ ബുഭുജി, കാമങ്ങളെ അനുഭവിച്ചു. അന്യാവിരോധത, അന്യങ്ങളായ മറ്റൊന്നിനെയും വിരോധമില്ലാത്ത മട്ടിൽ. അന്യ അവിരോധത, അന്യമായ മറ്റൊന്നിനോടും തനിക്ക് വിരോധമില്ല എന്ന് ഏവർക്കും തോന്നിക്കുമാറ് കാമാൻ ബുഭുജി, രാജാവ് തിരിച്ചു കൊട്ടാരത്തിലെത്തി എല്ലാ കാമങ്ങളും അനുഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇതൊക്കെ ഈ ഋഷിചര്യയിൽ കഴിയുന്ന രാജാക്കന്മാർക്ക് വിഹിതമല്ലല്ലോ. അതെ, അതുകൊണ്ടാണ് അവിരോധത ബുഭുജേ, വിരോധമില്ലാത്തവനെ പോലെ അനുഭവിച്ചു. പക്ഷെ വിരോധമുണ്ട്, ഉള്ളിൽ ഇതിനോടൊന്നും താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവരെ കാണിക്കാൻ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ തനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. പ്രത്യൂഷേഷ്വനുബദ്ധേനാം സംഗീതമാനഫത്കീർത്തിൻ, സംഗീതത്തിൽ കൂടി തന്റെ കീർത്തിയെ പാടിക്കൊണ്ട് സ്ത്രീഭിസ്ഫുരഗായകൈ, സ്ത്രീകളോടൊപ്പം സുരഗായകന്മാരാൽ പ്രത്യൂഷേഷ്വനുബദ്ധേനാം, എല്ലാ പ്രഭാതങ്ങളിലും അനുബദ്ധരായി ഹൃദാ ശൃണ്വൻ ഹരേ കഥാം, ഹൃദയം കൊണ്ട് ഹരിയുടെ കഥ കേട്ടുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. വിരോധം വരാത്ത മട്ടിലാണ് വിഷയഭോഗങ്ങളെ അനുഭവിച്ചത്. ദേവഗായകന്മാരായ ഗന്ധർവന്മാർ അവരുടെ ഭാര്യമാരോട് കൂടി ചേർന്ന് മനുവിന്റെ സൽകീർത്തിയെ ലോകമെമ്പാടും പാടി കേൾപ്പിച്ച് എത്തിച്ചുകൊണ്ടേയിരുന്നു. സന്ധ്യാകാലങ്ങളിൽ അതീവ ഭക്തിയോടെ സന്തോഷത്തോടെ ഹരിയുടെ സത്കഥകളെ കേട്ടുകൊണ്ട് അദ്ദേഹം ദിവസങ്ങളെ കഴിച്ചു. 2 നേരവും കേൾക്കാനുള്ള എന്തേ ഉള്ളൂ? ഹരികഥകൾ മാത്രം. ദുഷ്ടന്മാരായ ആൾക്കാരുടെ വാക്കുകൾ കേൾക്കുകയേ വേണ്ട. അങ്ങനെ ഹരികഥ ചൊല്ലിക്കേൾപ്പിക്കാൻ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ പാടുന്ന പാട്ട് കേട്ടുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. സ്വഭാര്യ സപ്രജക്കാമാൻ ബുഭുജേ ന്യാവിരോധതാം സംഗീതമാനഫത്കീർത്തി സ്ത്രീഭിസ്ഫുരഗായകൈ പ്രത്യൂഷേഷനുബദ്ധേന ഹൃദാ ശൃണ്വൻ ഹരേ കഥാം. സ്വഭാര്യ സപ്രജ സ്ത്രീഭിഃ സ്ഫുരഗായകൈഃ സംഗീതമാനഫത്കീർത്തിഃ പ്രത്യൂഷേ അനുബദ്ധേന ഹൃദാ ഹരേ കഥാം ശൃണ്വൻ അന്യാവിരോധതഃ കാമാൻ ബുഭുജേ. സ്വഭാര്യ സപ്രജക്കാമാൻ ബുഭുജേന്യാവിരോധതാം സംഗീതമാനഫത്കീർത്തിസ്ത്രീഭിസ്ഫുരഗായകൈ പ്രത്യൂഷേഷ്വനുബദ്ധേന ഹൃദാ ശൃണ്വൻ ഹരേ കഥാം. സ്വഭാര്യ സപ്രജക്കാമാൻ ബുഭുജേന്യാവിരോധതാം സംഗീതമാനഫത്കീർത്തിസ്ത്രീഭിസ്ഫുരഗായകൈ പ്രത്യൂഷേഷ്വനുബദ്ധേന ഹൃദാ ശൃണ്വൻ ഹരേ കഥാം. നിഷ്ണാദം യോഗം യോഗമായാസു മുനിം സ്വയംഭുവം മനും യഥാ ഭ്രംശയിതും ഭോഗ നശേവം ഭഗവത് പരം. നിഷ്ണാദം സമർത്ഥനാണെങ്കിലും, നിഷ്ണാദൻ സമർത്ഥൻ. യോഗമായാസു യോഗമായകളിൽ, മുനിം സ്വയംഭുവം മനു മുനിയായ സ്വയംഭുവ മനുവിനെ യഥാ ഭ്രംശയിതും എപ്പോഴാണോ ഭ്രംശിപ്പിക്കാൻ, ഭോഗാഹ ഭോഗങ്ങൾ നശേകുഹു കഴിഞ്ഞില്ല, ഭഗവത് പരം എപ്പോഴും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ നിഷ്ണാതനായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ അടുക്കൽ യോഗമായയ്ക്ക് പോലും ഈ ദിനചര്യകളിൽ നിന്ന് തന്നെ തെറ്റിക്കാൻ ഒരിക്കലും കഴിഞ്ഞില്ല. ധർമ്മത്തിൽ നിന്ന് തന്നെ തെറ്റിക്കാൻ ആർക്കും കഴിയാത്തതുപോലെ ഭഗവത് ഭക്തിക്ക് വേണ്ട ഉപകരണങ്ങളെ നിത്യേന അനുഭവിച്ചു കൊണ്ടേയിരുന്നു.
നിഷ്ണാതം യോഗമായ ഭൂമുനിം സ്വായം ഭുവമ്മനും യഥാ ഭ്രംശയിതും ഭോഗ ഭഗവത്പരം. യോഗമായ ഭൂ നിഷ്ണാതം ഭഗവത്പരം സ്വായം ഭുവം മുനിം മനും ഭ്രംശയിതും ഭോഗാഹ യഥാ ശേകുഃ. നിഷ്ണാതം യോഗമായ ഭൂമുനിം സ്വായം ഭുവം മനും യഥാ ഭ്രംശയിതും ഭോഗ ഭഗവത്പരം. അയാതയാമാസ്തഫ്യാസൻ യാമാസ്വാന്തരയാപനാഃ ശൃണ്വതോ ധ്യായതോ വിഷ്ണോർപൂർവതോ ബ്രുവതകഥാഃ. അയാതയാമാഹ യാമങ്ങൾ പോകാതെ, അയാതമായ യാമത്തോടുകൂടി അയാതയാമാഹ തസ്യ അവന് യാമാൻ യാമങ്ങൾ യാമാഹ സ്വാന്തരയാപനാഹ സ്വാന്തരയാപനാഹ യാമാഹ സ്വന്തം കാലാവധി കഴിക്കുന്ന യാമങ്ങൾ. സ്വ അന്തരം സ്വന്തം കാലാവധി, സ്വന്തം ഇട, അത് കഴിക്കുന്ന യാമങ്ങൾ. ഓരോ യാമങ്ങളെയും ഭഗവാന്റെ കഥ കേട്ടുകൊണ്ടും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടും സേവിച്ചുകൊണ്ടും ഭഗവാന്റെ കഥകൾ വർണ്ണിച്ചുകൊണ്ടും മന്വന്തരം എന്ന് പറയപ്പെടുന്ന കാലത്തിന്റെ എല്ലാ അവയവങ്ങളും സഫലങ്ങളായി തീർന്നു മനുവിന്. അതുകൊണ്ടാണ് മന്വന്തരം എന്ന് പിന്നെ പേര് വന്നത്. മനുവിന്റെ അന്തരമാണ്, ഇടയാണ്. ആ ഇടകളൊക്കെ അയാതയാമങ്ങളായി, അറിയാതെ യാമങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു ഈ മന്വന്തരം മുഴുവൻ. ഒരു നിമിഷം പോലും അദ്ദേഹം കളഞ്ഞില്ല. അയാതയാമാസ്തഫ്യാസൻ യാമാസ്വാന്തരയാപനാം ശൃണ്വതോ ധ്യായതോ വിഷ്ണോ കുർവതോ ബ്രുവതകഥാ. വിഷ്ണോഃ കഥാഃ ശൃണ്വതഃ ധ്യായതഃ കുർവതഃ ബ്രുവതഃ തസ്യ സ്വാന്തരയാപനാഃ അയാതയാമാഃ. അയാതയാമാസ്തഫ്യാസൻ യാമാസ്വാന്തരയാപനാം ശൃണ്വതോ ധ്യായതോ വിഷ്ണു കുർവതോ ബ്രുവതകഥാഃ. സേവം സ്വാന്തരം നിന്നേ യുഗാനാമേകസപ്തതിം വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയം. സഹ മനുഃ ഏവം ഇങ്ങനെ സ്വ അന്തരം സ്വന്തം ഇട, സ്വന്തം മന്വന്തരത്തെ നിന്നെ നയിച്ചു കഴിച്ചുകൂട്ടി. യുഗാനാം ഏകസപ്തതി 71 യുഗങ്ങളാണ് ഒരു മന്വന്തരം. ഏകസപ്തതി 71. യുഗാനാം ഏകസപ്തതി ചതുർയുഗങ്ങൾ 4ആണ്. അങ്ങനത്തെ 71 ചതുർയുഗങ്ങൾ കഴിഞ്ഞാൽ ഒരു മന്വന്തരം കഴിയും. അത്രയും കാലമാണ് ഒരു മനുവിന് രാജ്യാധികാരത്തുള്ള ഭൂമി ധരിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഏവം സ്വാന്തരം നിന്നെ യുഗാനാം ഏകസപ്തതി വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയാം. വാസുദേവ പ്രസംഗം കൊണ്ട് പരിഭൂതഗതിത്രയ പരിഭൂതങ്ങളായ നിസ്സാരങ്ങളാക്കപ്പെട്ട ഗതിത്രയങ്ങൾ, താപത്രയങ്ങൾ നിസ്സാരങ്ങളാക്കിക്കൊണ്ട് ഒരു മന്വന്തരം മുഴുവനും മനു കഴിച്ചു. ഏത് താപങ്ങൾ വന്നാലും തനിക്ക് നിസ്സാരം, അവരെയൊക്കെ നിസ്സാരമാക്കി മാറ്റി. ഏവം സ്വാന്തരം നിന്നെ യുഗാനാമേകസപ്തതിം വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയാം. വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയാം സഹ ഏവം സ്വാന്തരം യുഗാനാം ഏകസപ്തതിം നിന്നെ. ഏവം സ്വാന്തരം നിന്നെ യുഗാനാമേകസപ്തതിം വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയാം ശാരീരാമാനസാദിഭ്യാം വയ്യാസേ യജമാനുഷാം ഭൗതികാശ്ച കഥം ക്ലേശ ബാധന്തേ ഹരിസംശ്രയം. ശാരീരമാനസാഹ ദിവ്യ, ശരീരത്തെ സംബന്ധിക്കുന്നത്, മനസ്സിനെ സംബന്ധിക്കുന്നത് ദിവ്യം ദ്യോവിൽ നിന്നും ഉണ്ടാകുന്നു.
വയ്യാഫെ എന്നുള്ള സംബോധനയാണ്. വ്യാസന്റെ പുത്ര എന്ന്. വയ്യാഫെ ഇടയ്ക്ക് വാക്കുകളിൽ നമുക്ക് തിരിച്ചറിയാതെ വരും. വയ്യാഫി എന്ന് വെച്ചാൽ വ്യാസന്റെ പുത്രൻ. ഹേ വയ്യാഫേ ഏച്ച മാനുഷാ. വിതുരരെ വിളിച്ചതാണ്. വിതുരന്റെ പിതാവ് വ്യാസനാണല്ലോ. അതുകൊണ്ട് വയ്യാഫെ എന്ന് വിളിച്ചതാണ്. ശരീര സംബന്ധമായും മനസ്സിനെ സംബന്ധിക്കുന്നതും ദിവ്യങ്ങളും ഏച്ച മാനുഷാഹ മാനുഷങ്ങളുമായ ഭൗതികാശ്ച ഭൗതികങ്ങളുമായ ക്ലേശാഹ ക്ലേശങ്ങൾ കഥം ബാധന്തി എങ്ങനെ ബാധിക്കും? ഹരിസംശയം. ഭഗവാനെ ആശ്രയിച്ചു കഴിയുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ദുഃഖം ഉണ്ടാകില്ല. ശരീര ദുഃഖമില്ല, മാനസിക ദുഃഖമില്ല, ദൈവിക ദുഃഖമില്ല, ഭൗതിക ദുഃഖമില്ല. ഒരു ക്ലേശവും എങ്ങനെ ബാധിക്കും? ഉണ്ടാവുകയില്ല. ശാരീരാമാനസാദിവ്യാം വയ്യാഫേ ഏതമാനുഷാം ഭൗതികാശ്ച കഥം ക്ലേശ ബാധന്തേ ഹരിസംശ്രയം. ഹേ വയ്യാഫേ വയ്യാഫേ ശാരീരാഹ മാനസാഹ ദിവ്യാഹ മാനുഷാഹ ഭൗതികാഹ ക്ലേശാഹ ഹരിസംശ്രയം കഥം ബാധന്തേ. ശാരീരാമാനസാ ദിവ്യാ വയ്യാഫേതമാനുഷാം ഭൗതികാശ്ച കഥം ക്ലേശ ബാധന്തേ ഹരിസംശ്രയം. യപൃഷ്ടോ മുനിഭിപ്രാഹ ധർമ്മം നാനാവിധൻ ശുഭൻ നരൂണാം വർണ്ണാശ്രമാണം ച സർവഭൂതഹിതഫദാം. യപൃഷ്ടഃ യാതൊരുവൻ മുനിഭിഹി മുനിമാരാൽ ചോദിച്ചപ്പോൾ പ്രാഹ പറഞ്ഞു ധർമ്മൻ നാനാവിധൻ ശുഭൻ നാനാവിധത്തിലുള്ള ശുഭമായ ധർമ്മങ്ങളെ പറഞ്ഞു. നൃണാം മനുഷ്യരുടെ വർണ്ണാശ്രമാണം ച വർണ്ണ ആശ്രമങ്ങളുടെയും സർവഭൂതഹിത ഫദ എല്ലായ്പ്പോഴും സർവഭൂതങ്ങളോടുകൂടി കഴിയുന്ന ആ മനുഷ്യരുടെ ധർമ്മങ്ങളൊക്കെയും വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെയും മുനിമാർ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു. യപൃഷ്ടോ മുനിവിപ്രാഹ ധർമ്മം നാനാവിധൻ ശുഭൻ നൃണാം വർണ്ണാശ്രമാണം ച സർവഭൂതഹിതഫദാം. യഹ ഫദാം സർവഭൂതഹിതഃ മുനിഭിപൃഷ്ടഃ നൃണാം ധർമാൻ വർണ്ണാശ്രമാണാം നാനാവിധൻ ശുഭൻ ധർമാൻ പ്രാഹ. മനു ജീവിതകാലം മുഴുവൻ ഋഷിചര്യയിലാണ് കഴിച്ചുകൂട്ടിയത്. ഋഷി സാക്ഷാൽ മനുഷ്യനല്ല, ഇതിനാലാണ് എല്ലാം സാധിച്ചവനായ ഋഷിയെ പോലെയാണ്. ആ മനുവിനോട് കുറെ മഹർഷിമാർ കുറെ ചോദ്യങ്ങൾ ചെയ്തു. അതിൻ്റെ ഉത്തരമായിട്ട് ലോകത്തിലെ മനുഷ്യരൊക്കെ അനുഷ്ഠിക്കേണ്ടുന്ന സാധാരണ ധർമ്മങ്ങൾ, വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ, ഇതൊക്കെ വിശേഷധർമ്മങ്ങൾ, അതുപോലെ ആപദ്ധർമ്മങ്ങൾ എന്നിങ്ങനെ ധർമ്മത്തിൻ്റെ വിവിധമായ വശങ്ങൾ, അങ്ങനെ ആ ധർമ്മങ്ങൾ കർമ്മത്തിൽ ഉറപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുസംഹിത എന്ന് പറയുന്ന ഈ വാക്യങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയതാണ്. മനുസംഹിത എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഈ മനുവിൻ്റെ വാക്ക് വിസ്തരിച്ച് പറയാം. ചുരുക്കി ഇതിനകത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഏതത്ത ആദിരാജസ്യ മനോശ്ചരിതമത്ഭുതം വർണ്ണിതം വർണ്ണനീയഫ്യ തദപത്യോദയം ശൃണു. ഏതത്തെ ഇവകൾ നിന്നോട് ആദിരാജസ്യ മനോഹരിതം അത്ഭുതം, ആദിരാജാവായ മനുവിന്റെ അത്ഭുതമായ ചരിതം വർണ്ണിതം നിന്നോട് ഞാൻ വർണ്ണിച്ചിരിക്കുന്നു. വർണ്ണനീയഫ്യ തത് അപത്യോദയം ശൃണു. വർണ്ണിക്കപ്പെടേണ്ടതായ ആ രാജാവിന്റെ സന്താന പരമ്പരകളെ കുറിച്ച് ഞാൻ പറയാം, കേട്ടോളൂ. അടുത്ത അധ്യായം മുതൽ മനുവിന്റെ സന്താന പരമ്പരകളെ കുറിച്ചാണ് പറയുന്നത്. ഏതത്തെ ആദിരാജസ്യ മനോശ്ചരിതമത്ഭുതം വർണ്ണിതം വർണ്ണനീയഫ്യാതദപ്യത് അപത്യോദയം ശൃണു. വർണ്ണനീയഫ്യ ആദിരാജസ്യ മനോഹ അത്ഭുതം ഏതത് ചരിത്രം തേ വർണ്ണിതം തദപി തത് അപത്യോദയം ശൃണു. ഏതത്താദിരാജസ്യ മനോശ്ചരിതമത്ഭുതം വർണ്ണിതം വർണ്ണനീയഫ്യ തദപത്യോദയം ശൃണു.
ഏതത്ത ആദിരാജസ്യമനോച്ചരിതമദ്ഭുതം വർണ്ണിതം വർണ്ണനീയഭ്യാം തദപത്യോദയം എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായങ്ങളെ ഉപസംഹരിച്ചു. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം. നമ്മുടെ സമയം ആയിരിക്കാനും ഉപസംഹാരത്തിന് ശേഷം പഞ്ചാവലോകത്ത് വയ്ക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.